എന്റെ മൂഡ് മാറുന്നുണ്ട്, ഞാൻ വിടത്തില്ല. മൂഡ് അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വേറൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും. ഏതച്ചു ഇതിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. മോങ്ങല് കിടന്നോണ്ട് തുടങ്ങി അവൾ കരയാൻ വേണ്ടി. വടക്കു പറയല്ലേ. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും ജാങ്കോ സ്പേസിന്റെ വീഡിയോ എല്ലാവരും കാണണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടേ കിടക്കുന്ന മുത്തേ. അമലിനെ കാണാൻ ചില K-pop ഗായകരെ പോലെ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ പൊങ്കാല വരും. വേണ്ട, ഞാൻ പറയുന്നില്ല, നാളെ വരുന്നു. വിളിച്ചപ്പോ പറയാ പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരിക്കുവന്ന്. അവർക്ക് ഞാനിപ്പോ ഒരു 95K ആയി ഫോളോവേഴ്സ്. അപ്പൊ അത് 100K അടിക്കാൻ അവരാ കാത്തിരിക്കണം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഒന്നുമല്ല, പഠിപ്പിക്കുന്നത് തന്നെ കളിയിലൂടെയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ മിസ് ഒരു പാട്ട് പാടും, ഞങ്ങൾ പഠിക്കും, പഠിപ്പിക്കാറുണ്ട് ക്ലാസ്സിലായി. മനസ്സ് നിറയുമേ. കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, എന്നാലും കൂടുതൽ വന്നത് ചേച്ചിക്കായിരുന്നു. ആദ്യത്തെ വീഡിയോയ്ക്കൊക്കെ ചേച്ചി എനിക്ക് മോട്ടിവേഷൻ തരുമായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി, എനിക്കങ്ങനെ ഇതൊന്നുമില്ല, ഞാനിങ്ങനെ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ. ഞാൻ നോക്കിയപ്പോൾ ഉള്ള നെഗറ്റീവ് കമന്റ്സിനെല്ലാം ഇന്ന് റിപ്ലൈ കൊടുക്കും ചേച്ചി. എനിക്ക് കൂടുതലും കിട്ടാറുള്ളത് കുണ്ടൻ. നമ്മളെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. വളർന്നു വരുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പിന്നെ 2 9കളാണ്. ചിരിയാ പറഞ്ഞത്, നമ്മള് പറഞ്ഞത് ചിരിക്കും. എനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഞാൻ ഭയങ്കര ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ ഫോൺ വിളിക്കുമ്പോ വരുവോ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പത്തേക്ക് പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അമലേന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ മീനാക്ഷി സുധീർ. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആക്ച്വലി ഒരാളല്ല, 2 പേരുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തരംഗമായിട്ടുള്ള അമൽ സിബിയാണ്. അപ്പോൾ അമലിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷെ അമലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെയും കൂടെ ഞാൻ അമലിൻ്റെ കൂടെ നിന്ന് ഇരുത്താൻ പോവുകയാണ്. ആ ആൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അമൽ 2 വരി പാടണം. ഓക്കെ. അപ്പോൾ അതിനിങ്ങനെ ഒരു മറുപാട്ടായിട്ട് ആ ഗസ്റ്റ് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. സെറ്റ്. ഓരോ നാളിന്നി വാനം കാതോർത്തില്ലേ, ഓളം നീന്നിൽ തീരം ചേരുന്ന നേരം കൈവന്നില്ലേ. തണുപ്പെന്ന പക വിറച്ചോട്ടെ, പുതപ്പെന്ന പോലെ പൊതങ്ങോട്ടെ, തിളങ്ങുന്ന മുത്ത പറന്നട്ടെ, നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ. നീ തിരകളെഴുതും നുരകളറിയാൻ കുളിരു നിറയേ. തമ്മിൽ പാടുന്നുണ്ടെന്നാലും നാം കാണാതൊരു നാളും പോയില്ലേ. കണ്ണിൽ നോക്കുന്നുണ്ടെന്നാലും ഞാൻ മിണ്ടാതെ കാലം പോയില്ലേ. ആ ബേബി വോയിസും കൂടെ ഒന്ന് പ്ലീസ്. Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. Yes guys, so we have Amal Sibi and Shruti Sundar here in the house. Hello. Hi. Welcome to Django Space. അപ്പോൾ അമലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ശ്രുതി വരുന്നത്. സോ ഹാർട്ടി വെൽക്കം ശ്രുതി. താങ്ക് യു സോ മച്ച്. അപ്പോൾ 2 പേരെ നിങ്ങൾക്ക് അറിയാലോ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് പാടുന്ന 2 വ്യക്തികളാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ഡുവറ്റ്സ്, ഇവർ സിംഗിളായിട്ട് പാടുന്ന പാട്ടുകൾ എല്ലാം തന്നെ വൻ ഹിറ്റാണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം. അപ്പം ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഒരു പാട്ടുകാരന് പാട്ട് പാടുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് ട്രെൻഡിങ് ആവണമെങ്കിൽ നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു?
ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ യുണീക്കായിട്ട് നിൽക്കണം, എൻ്റെ ഒരു എവിടെ ആയാലും എൻ്റെ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ലൈക്കൊന്നും കയറാത്ത സാഹചര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് മാറ്റി പിടിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡബിൾ വോയിസിൽ പാടിയിട്ടത്. അപ്പൊ അതൊരു വിജയിന്റെ ഒരു പാട്ടായിരുന്നു, ഉദിത് നാരായണന്റെ ഒരു പാട്ടായിരുന്നു. അപ്പൊ അത് കയറി അങ്ങ് റീച്ചായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അടുത്തതാവാം. പിന്നെ അടുത്തത് രാര എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമുഖിയിലെ പാട്ട്, അത് 700K ലൈക്സിന് മേലെ കിട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമലിന്റെ ഒരു പാട്ട് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തുകൊണ്ട് ഡുവറ്റ് ആയിക്കൂടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു. കാണുമോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം അവനന്ന് റീച്ചായി വരണ സമയം മെസ്സേജ് എത്തുമോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ അവൻ റിപ്ലൈ ഇട്ടു, അവന് ഹാപ്പിയാണ്, ചെയ്യാന്ന് സമ്മതിച്ചു. പിന്നെ അതിന്റെ പുറപ്പാടിലായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് പ്ലാൻ ചെയ്തു, നമ്മള് ചെയ്തു. അത് അങ്ങനെ വന്ന പാട്ടാണ് ഇപ്പൊ നിങ്ങൾ പാടിയ സോങ്. അടിപൊളി. അത് ഭയങ്കര ഹിറ്റായി. എങ്ങനെയാണ് അമല് കണ്ടുപിടിച്ചത് അമലിന്റെ ഉള്ളിലൊരു ഫീമെയിൽ വോയിസ് ഉറങ്ങി കിടക്കുന്നുണ്ട്? ഞാൻ ഒരു വർഷം മുന്നേ ഒരു SMMന്റെ ഒരു മിമിക്രിയുടെ കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങ് ഇതിലേക്ക് ഞാൻ മിമിക്രിയുടെ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല അങ്ങനെ. എനിക്ക് പിന്നെ സിംഗർ ആവണം അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അന്ന് മെയിൽ വോയിസ് ആണ് അപ്പൊ മിമിക്രിയിൽ ചെയ്തത്? അല്ലല്ല, മെയിൽ വോയിസ് അല്ല, ഫീമെയിൽ വോയിസ് തന്നെയാണ് ചെയ്തത്. മിമിക്രി ചെയ്തത്. പക്ഷെ എനിക്ക് മിമിക്രി ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇത് അന്ന് ആദ്യമായിട്ടായിരുന്നു ഞാൻ മിമിക്രിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും കൂടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എന്നാ ഒന്ന് ഇട്ട് നോക്ക്, ചുമ്മാ വെറുതെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ ഞാൻ ഒന്ന് ഇട്ട് നോക്കിയാലോന്ന് ഓർത്ത് അങ്ങനെ ഇട്ടതാ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് റീച്ച് കയറുന്നുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തെ പാട്ടിട്ടു. അപ്പോഴാണ് ചേച്ചി മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ അയ്യോ ഇത് മറ്റേ ചേച്ചിയല്ലേ. ഞാൻ ചേച്ചിയുടെ ഒരു പാട്ടില്ലേ ഇപ്പൊ പറഞ്ഞ രാര എന്നുള്ള പാട്ട്, ആ പാട്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ, കുറെ നാൾ മുന്നേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരി ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ഞാനിങ്ങനെ സർപ്രൈസ്ഡ് ആയി. ഈ മിമിക്രി ചെയ്യുമ്പോഴത്തേക്കും അമല് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ രണ്ടുപേരിലും കോമൺ ആയിട്ട് ചില ആൾക്കാർ നിങ്ങൾ രണ്ടാളും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതായത് ജാനകി അമ്മയുടെ വോയിസ് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ വേറെ ആരെങ്കിലും ഉണ്ടാവും? ലതാ മങ്കേഷ്കർ രണ്ടുപേരും ചെയ്യല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക് തരാം. അതായത് ജാനകി അമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് രണ്ടുപേരും കൂടെ പാടണം. ഒരുമിച്ചല്ല, ഒരു സ്റ്റാൻസ് ഒരാൾ, ഒരു സ്റ്റാൻസ് അങ്ങനെ. അപ്പൊ നമുക്ക് ആ ഒരേ വോയിസ് രണ്ടു പേരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. സ്റ്റേറ്റ് അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും കണ്ണേ, അമ്മൂമ്മ പുതിയാലെ കുഞ്ഞു കാതിലായി രാധയെന്നാദ്യമായി ചൊല്ലി, മുത്തിയെ കണ്ടോ മയങ്ങുമി നല്ല കിനാവുള്ള കണ്ണിൽ, ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ ഒത്തിരി മോഹിച്ചു പോയി. ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ, അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടി കിടക്കുന്ന മുത്തേ, ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ, അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടി കിടക്കുന്ന മുത്തേ, ഒട്ടി കിടക്കുന്ന മുത്തേ. അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം എത്രയൊക്കെ നിങ്ങൾ ഇത് പാട്ട് മിമിക്രി ചെയ്യാനായിട്ട് വോയിസ് തൊണ്ടയിൽ വന്നാലും ഈ പാട്ട് എന്ന് പറയുന്ന സംഗതി വരണമെങ്കിൽ ഡെഫിനറ്റ്ലി പാട്ട് പഠിക്കാൻ വേണം. അപ്പം നിങ്ങളുടെ ഒരു മ്യൂസിക്കൽ ജേർണിനെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടുപേരും പാട്ട് പഠിക്കുന്നവരാണോ? അതെ, പഠിച്ചിരുന്നു, ഇപ്പൊ പഠിക്കണില്ല. അത് പറ്റി 10th ഒക്കെ ആയപ്പോ പഠിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ടീച്ചറിന്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് ഇപ്പൊ പഠിച്ചിരുന്നത്? കർണാടിക്കാണ് പഠിച്ചത്. കർണാടിക്കാണ് പഠിച്ചത്. കീർത്തനൊക്കെ നമുക്ക് വേണ്ടിട്ട് ഒന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇല്ല. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയാൻ കാര്യമാ. അത് അവിടെ നിന്ന് നമുക്കൊരു കീർത്തനൊക്കെ വേണേ പ്രതീക്ഷിക്കാം അല്ലേ? അവൻ പാടും.
ഞാൻ 7 വർഷം പഠിച്ചായിരുന്നു. പിന്നെ കുറച്ച് നിർത്തിയത് 2 വർഷത്തേക്ക്. കർണാട്ടിക് മ്യൂസിക് ആണ്. കർണാട്ടിക് ഞാൻ ഒരു 2 വർഷത്തേക്ക് നിർത്തി പോയായിരുന്നു. +1 +2 ആയിരുന്നപ്പോ പഠിക്കാൻ വേണ്ടി. നിങ്ങൾ രണ്ടുപേരും പഠിപ്പികളാണോ? അല്ല പഠിപ്പിയല്ല, ഇപ്പൊ മടിയായിരുന്നു. ആ ടൈമില് നല്ല മടിയും കൂടെ ഉണ്ടായിരുന്നു. ശരി, നമ്മൾ പിള്ളേരായിരിക്കുമ്പോഴേ ഭയങ്കര മടിയായിരുന്നു. എന്റെ അമ്മ എന്നെ എപ്പോഴും ഭയങ്കര നിന്നെ പണ്ട് ഡാൻസ് കൊണ്ട് പഠിക്കാൻ കൊണ്ടൊക്കെ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ ഓർക്കുമ്പോ ഒരു റിഗ്രറ്റ് പോലെ വരുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിദ്യയുടെ വിളയാട്ടം. ഇപ്പൊ എവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അല്ല ഞാൻ എവിടെ ഇങ്ങനെ. എന്നിട്ട് എന്റെ സാറ് വിളിച്ചു, പറഞ്ഞു എന്നാ പ്ലാൻ എന്ന് ചോദിച്ചു. നീ എന്നാ പാട്ട് പഠിക്കാത്ത, നീ എന്തിനാ പഠിക്കുന്നത്, എന്താ എന്താ പാട്ട് പഠിക്കാത്ത? പഠിക്കുന്നുണ്ടെ പഠിച്ചോ, നീ എന്റെ അടുത്ത് പഠിക്കണ്ട, വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി പഠിച്ചോ, വെറുതെ ഉള്ള കഴിവ് കളയല്ലേ. അപ്പത്തേക്കും ഞാൻ പിന്നെ അടുത്ത ആഴ്ച തന്നെ പോയി ചേർന്നു സെയിം സാറിന്റെ അടുത്ത് തന്നെ. അങ്ങനെ പോയിട്ട് പഠിക്കുകയായിരുന്നു പിന്നെ പാട്ട് നല്ലതല്ലേ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ജോണർ ഒക്കെയാണ് ഇഷ്ടം പൊതുവെ? എനിക്ക് കുറച്ച് ഹസ്കി ആയിട്ടുള്ള ബീറ്റ് കൂടുതലുള്ള അത് പാടാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ പാട്ടുകൾ പാടാനായിട്ടാണ് ഇഷ്ടം. പിന്നെ മെലഡി പാടാനായിട്ട് മെലഡീസ് പഴയതും. നിങ്ങൾ അങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവണ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈ ദ വേ, ഇത്ര നേരം അമലിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു സംഭവം തോന്നി. അമലിനെ കാണാൻ ചില K-pop ഗായകരെ പോലെ ഒരു കൊറിയൻ ഡ്രാമ സാധനം ഇല്ല, ആരും പറഞ്ഞില്ല. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ പൊങ്കാല വരും, വേണ്ട ഞാൻ പറയുന്നില്ല. ഇല്ല, അങ്ങനെ ആരാണ്, എന്ത് കോംപ്ലിമെന്റ്സ് ആണ് ആൾക്കാർ തരാറുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നിയ പോലെ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ BTS, അത് പിന്നെ അറിയാത്തവര് പറയുന്ന BTS ആണെന്ന് പറയല്ലേ, BTS ആർമി വരും കമന്റ് ബോക്സിൽ. അല്ല, കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെക്കന്മാരെ ആണ് ഇഷ്ടം. അങ്ങനത്തെ ആരാധികമാരൊക്കെ ഉണ്ടാവും അല്ലെ പുറകെ? അങ്ങനെയൊക്കെ കേക്കട്ടെ അങ്ങോട്ട്. ഇല്ല, എന്നാൽ എന്താ വന്നിട്ട് പറയാ ചേട്ടനെ കാണാൻ ഇന്നെ എന്താ ജങ്കൂക്ക്, സോറി എനിക്കറിയത്തില്ല കേട്ടോ, ജങ്കൂക്കിനെ പോലെ ഉണ്ട് അങ്ങനെയൊക്കെ പറയോ? അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയല്ല. ഇങ്ങനെ കൊറിയൻ ആൾക്കാരെ പോലെ ഉണ്ടെന്ന് പറയും. ഈ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് അത് കേട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ സത്യത്തില്? ശരി, കുറച്ച് ഇതൊക്കെ എന്റെ ട്രെയിൻ സീക്രട്ടാ ചേച്ചി പുറത്ത് പറയുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പൊ ഈ പാട്ടല്ലാതെ നിങ്ങൾ എന്താ പഠിക്കുന്ന, എന്താണ് സംഭവം ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഞാൻ MSc ഫിസിക്സ് B.Ed കഴിഞ്ഞ ദിവസം സെറ്റ് പാസ്സായി നിൽക്കുവാണ്. അതെ, എന്റെ അമ്മയെ ടീച്ചറാണല്ലേ, സെറ്റൊക്കെ പാസ്സായ സെറ്റ് ലൈഫ്. ഓക്കെ, എവിടെ പഠിപ്പിക്കാൻ എവിടെ പോകണം അങ്ങനെയൊക്കെ? ഇല്ല, ഇപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ടീച്ചർ അവള് വളരെ ഷർട്ടൊക്കെ ടീച്ചർ എടുത്താണ്. അപ്പൊ ബേസിക്കലി ആളൊരു പഠിപ്പിയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണല്ലേ ശ്രുതി? പഠിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ വിളിച്ചേ, എന്തായി വരുന്ന കാര്യമൊക്കെ എന്തായി? അപ്പത്തേക്കും വിളിച്ചപ്പോ പറയാ പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരിക്കുവന്ന്. ഇപ്പഴേ പഠിപ്പിച്ചു തുടങ്ങിയോ? ട്യൂഷൻ എടുക്കണം, എക്സാം +2 ട്യൂഷൻ ടീച്ചർ കൂടി. അപ്പൊ പിള്ളേർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും? ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാൻസ് അവർക്ക്. ഞാനിപ്പോ ഒരു 95K ആയി ഫോളോവേഴ്സ്. അപ്പൊ അത് 100K അടിക്കാൻ അവരാ കാത്തിരിക്കണം. എന്നും ചോദിക്കും, കേക്ക് മുറിക്കണ്ടേ, നമുക്ക് ആഘോഷിക്കണ്ടേ, സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഓക്കെ, ഇനി നമുക്കൊരു ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, സിംഗർ എന്നുള്ള രീതിയിൽ നമുക്ക് ശ്രുതിയെ അറിയാവുന്നതാണ്. പക്ഷെ ഇനി ഒരു ശ്രുതി ആസ് എ ടീച്ചർ എങ്ങനെയാണെന്ന് പറയാം നമുക്ക് വേണ്ടിയിട്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഒന്നുമല്ല, പഠിപ്പിക്കുന്നത് തന്നെ കളിയിലൂടെയാണ്. ഭയങ്കര കോമഡി, എനിക്ക് അങ്ങനെ രസകരമായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പൊ ട്രെയിനിങ് പീരീഡിലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിള്ളേരോട് ചോദിച്ചാൽ അറിയാം, ഏതെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും അവരുടെ അതേ സൈസ് ആയതുകൊണ്ടും പിള്ളേർക്ക് പേടിയൊന്നുമില്ല. ഇനിയിപ്പോ കോളേജിൽ പഠിപ്പിക്കാൻ ചെന്നാലും ഓക്കെ, ക്ലാസ് തുടങ്ങുമ്പോൾ മിസ് ഒരു പാട്ട് പാടും, ഞങ്ങൾ പഠിക്കും, പഠിപ്പിക്കാറുണ്ട് ക്ലാസ്സിലേക്ക്. ആണല്ലേ, അടിപൊളി, കൊള്ളാം. എന്തായാലും നിങ്ങളുടെ ഓൺ വോയിസിൽ, അതായത് ലൈക് അമലിന്റെ ശ്രുതിയുടെ രണ്ടുപേരുടെ ഓൺ വോയിസിൽ നമുക്കൊരു പാട്ടൊന്ന് പാടിത്തരും. മേഘം തിരந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ളവാ, മാർബിൽ ഒളിந்து കൊണ്ട മാരൻ വരും, കൂന്തലിൽ ഒളിந்து കൊള്ളവാ, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையாரே,
நினைக்காத நேரம் இல்லை காதல் ரதே ரதே உன் பேரை சொன்னால் போதும் இன்று வழிவிடும் காதல் நதி என் சுவாசம் உன் மூச்சு உன் வார்த்தையின் பேச்சு 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா மலர்களே மலர்களே இது என்ன കനവാ അടിപൊളി. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ പോകും. ആക്ച്വലി നിങ്ങൾ ഇതിനു മുമ്പും ഈ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അമൽ ആക്ച്വലി അമലൊരു നോട്ടബിൾ സിംഗിങ് സംഭവം തുടങ്ങുന്നത് അതായത് 7th എന്തോ പഠിക്കുമ്പോഴത്തേക്കും എന്ന് നിന്റെ മൊയ്തി പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് അത് പാടി കേട്ടപ്പോഴത്തേക്ക് ആരെങ്കിലും പറഞ്ഞിരുന്നു എവിടെയെങ്കിലും ഒരു ഫീമെയിൽ സംഭവം നീ ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും? അതായത് 7ാം ക്ലാസ് ഒക്കെ പറയുമ്പോൾ വോയിസ് ചേഞ്ചിങ്ങിന്റെ ഒരു സമയമാണല്ലോ. അല്ല അപ്പം എല്ലാവരും അതിലൊത്തിരി കമന്റ്സ് വന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ സൗണ്ട് മാറുമ്പോൾ ചേഞ്ച് ആവും, അങ്ങനെ എല്ലാവരും നല്ല വോയിസ് ആണ് പക്ഷേ സൗണ്ട് മാറും. പിന്നെ കുറെ പേര് അതുപോലെ തന്നെ എന്നാ ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇതുപോലെ തന്നെയായിരുന്നു പക്ഷെ ഞാൻ പ്രായം ചെന്നപ്പോൾ എൻ്റെ സൗണ്ട് വല്ലാണ്ട് മാറിപ്പോയി, ഞാൻ പിന്നെ പാട്ടൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്. അപ്പൊ അങ്ങനെ വേണ്ടിണ്ടായിരുന്നു ദൈവമേ എന്താന്ന് പാട്ടിന് പോകാൻ മടിയുള്ള പ്രായത്തിലാണോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് ഹിയർ അബൌട്ട് യുവർ ഫാമിലി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് പരിപാടി? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി. അവളിപ്പോ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. വീട്ടുകാരൊക്കെ എങ്ങനെ ഈ പരിപാടിക്കൊക്കെ നല്ല സപ്പോർട്ടാണ്? നല്ല സപ്പോർട്ട്. അങ്കിളാണ് കേട്ടോ, അച്ഛനാണ് കൊണ്ടുവന്നിരിക്കുന്ന ഇന്റർവ്യൂവിന്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ നല്ല സപ്പോർട്ടീവ് ആണെന്ന്. പറയൂ. അതെ, പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട് പഠിത്തത്തിൽ ഉഴപ്പരുത്, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വാഭാവികം, എല്ലാ വീട്ടുകാരും വെക്കുന്ന കണ്ടീഷനാണ്. അവിടെ പറയാമല്ലേ? പപ്പായും അമ്മയും പിന്നെ ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പം സിയുടെ കോച്ചിങ്ങിന് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞു. അത് ശരി, അടിപൊളി. അപ്പം ആക്ച്വലി ഇനി ജർമ്മനിയിലേക്ക് പറക്കാനിരിക്കുന്ന ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ആഗ്രഹം? നടന്നാ മതിയാണ്. ഇല്ല, നടക്കട്ടെ, തദാസ്തു. അപ്പം എന്താണ് ജോലി ചെയ്യാനൊക്കെ? അപ്പം ഇത് ടീച്ചർ സെറ്റായി. അമലിനെ പറയും ഫ്യൂച്ചർ പരിപാടികൾ എന്താ? ജർമ്മനി ചെന്നിട്ട് എന്തെങ്കിലും ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, അങ്ങനെയാണ്. നഴ്സിംഗ്. നഴ്സാണ് ബേസിക്കലി അല്ലേ? ബേസിക്കലി അല്ല, ചെന്നിട്ട് പഠിക്കണം എന്നിട്ട് നഴ്സ് ആവണമെന്നില്ലേ, അതാണ് ആഗ്രഹം. ഓക്കെ, അപ്പം സിംഗിങ് ഒരു വശത്ത്, നഴ്സിംഗ് പരിപാടികൾ ഒരു വശത്ത്, ഏതിനോടാണ് ശരിക്കും ഒരു ഇഷ്ടം കൂടുതലുള്ളത്? സിംഗിങ്. നഴ്സിംഗ് കരിയർ ഒരു വശത്ത്. അത് ഓഫ്കോഴ്സ് സിംഗിങ് ആയിരിക്കും. പക്ഷേ നമുക്കൊരു കരിയർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി കഞ്ഞി ഒടിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടല്ലേ? അതായത് കലാ ഫീൽഡ് സംഭവങ്ങളൊക്കെ എത്ര നാളത്തേക്ക് ആ ഒരു അൺസർട്ടനിറ്റി ഫാക്ടർ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഇതും കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് പാഷനായിട്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകാം. അങ്ങനെ ഓക്കെ. കഴിഞ്ഞ ദിവസം ശ്രുതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാനൊന്ന് പ്രൊഫൈലൊക്കെ നോക്കാൻ നേരം അതിന് മുമ്പ് ഞാൻ റീലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെയാണ് ഓക്കെ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചറിയുന്നത്. അതായത് അഭിനയിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാണ് അല്ലേ? നമ്മള് നായകനിലെ ആ ഒരു റീൽ, കമൽഹാസൻ സാറിന്റെ സംഭവമൊക്കെ ഭയങ്കര റീച്ചായിട്ട് ഒത്തിരി സെലിബ്രിറ്റീസ് തന്നെ വന്നിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിരുന്നു. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാണ്, അഭിനയത്തിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? അഭിനയിക്കും. ഞാൻ എല്ലാ സ്ഥലത്തും കൈവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ശരി. അപ്പം പാട്ട്, അഭിനയം, പിന്നെ ഏതൊക്കെയുള്ളത്? പടം വരയ്ക്കും, പിന്നെ മിമിക്രി. മിമിക്രി 1-2 ആൾക്കാരുടെ സൗണ്ടൊക്കെ ആള് ചെയ്യുമ്പോൾ അതിനകത്തേക്കൊക്കെ ഞാൻ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ റിക്വസ്റ്റ് വെക്കാൻ പോവാണ്. അപ്പം എന്താ പറയാ, അമല് നല്ല ഫീമെയിൽ വോയിസിൽ സംസാരിക്കുകയും ചെയ്യും പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ. ഇവിടെ നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ട് മെയിൽ ശബ്ദത്തിൽ. അപ്പം നിങ്ങൾ ഇവിടെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു ടോക്സിക് ഏട്ടായി കാന്താരി സംഭവം. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് വരുന്നത്. അല്ല, സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ റീലിലൊക്കെ സംസാരിക്കില്ലേ? ഒരു മെയിൽ വോയിസ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം അതിനകത്ത് വരുന്നത് ഒരു ബെസ്റ്റിയുടെ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം. ഷോൾ ഇടാത്തത്, ഇന്നലെ രാത്രി വിളിച്ചപ്പോ എന്തായിരുന്നു നിന്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ, നീ ആരോടായിരുന്നു മിണ്ടിക്കൊണ്ടിരുന്നത്, അങ്ങനത്തെ സാധനം, ആ സംഭവങ്ങളൊക്കെ. അപ്പൊ കാന്താരി അവിടെ നിന്ന് എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്, ആ ഒരു സംഭവം ചെറിയൊരു കോൺവെർസേഷൻ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യണം. ഓക്കെ, റെഡി ഗൈസ്? കോൾ എടുക്ക്, വിളിക്കണം. നിങ്ങൾ ഏട്ടായി ആണ്, അത് കാന്താരി.
ഹലോ. ഹലോ എന്താ? ഏട്ടാ ഈ പിണക്കമാണോ? ഉം. എന്തിനാ പിണങ്ങിയിരിക്കുന്നേ? നീ എന്തിനാ എന്നെ വിളിക്കണേ? ഇന്നലെ നിന്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ, ഞാൻ ആരോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഏട്ടാ അത് അച്ചു അല്ലേ? അവൻ എന്റെ മൂഡ് മാറുന്നുണ്ട്, ഞാൻ വീഴത്തില്ല. മൂഡ് അവിടെ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ അത് അച്ചു അല്ലേ? അവൻ എന്റെ ബെസ്റ്റ് അല്ലേ? അവൻ പേരൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും. ഏതച്ചു? മറ്റേ എന്റെ ഫ്രണ്ട് അച്ചു. അപ്പൊ രാഹുൽ ആരാ? രാഹുല് അത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതൊക്കെ ആരാടി? നീ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഏട്ടാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? മോങ്ങല് കിടന്നോണ്ട് തുടങ്ങി അവൾ കരയാൻ വേണ്ടി. വടക്ക് പറയല്ലേ? അയ്യോ എടാ, അമലെ ശബ്ദം ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളങ്ങനെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു വേറെ മൂഡില ചേച്ചി, വേറെ മൂഡില സാധനം വരും. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു, നീ അവനെ കൊണ്ടൊന്നും ഞങ്ങളെ വിളിപ്പിച്ചേക്കല്ലേ, ചിലപ്പോ വീണ് പോകുന്നു, പേടിച്ചിട്ട് പ്രാങ്ക് ചെയ്യല്ലേ, ചെയ്യിപ്പിക്കല്ലേ. ഓക്കെ, ജാങ്കോ സ്പേസ് TV ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അങ്ങനെ ഭയങ്കര ഒരു വോയിസിൽ ഒന്ന് പറഞ്ഞേ. ചേട്ടന്മാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്തായാലും. നമ്മളെ ജാങ്കോ സ്പേസിന്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം. ഹലോ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും ജാങ്കോ സ്പേസിന്റെ വീഡിയോ എല്ലാവരും കാണണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. അടിച്ചു പൊട്ടിക്കുന്നതിന് ആ ഒരു സ്ട്രെസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എടാ നീ അപ്പൊ ഇതേപോലെ ഫ്രണ്ട്സിനെ കുറിച്ച് പ്രാങ്ക് ചെയ്യാറുണ്ടോ? ഉണ്ട്. വളരെ നല്ലത്. ഇപ്പോഴങ്ങനെ പ്രാങ്ക് ചെയ്യാറില്ല, പണ്ടൊക്കെ ചെയ്യായിരുന്നു. അത് ശരി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ അനിയനെ ഒന്ന് വിളിക്കണം കേട്ടോ. അവനാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അവനൊരു ഫാൻ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞ് വിളിക്കണം. കൊള്ളാം. എന്തായാലും ഇപ്പൊ നമ്മള് നേരത്തെ പറയണ്ടായത് ശ്രുതിന്റെ മിമിക്രിനെ പറ്റിയിട്ട്. ശ്രുതി ഭാവന ചേച്ചിന്റെ ഒക്കെ അല്ലേ മിമിക്രി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ആരെയൊക്കെ ചെയ്യും അതേപോലെ? ഞാൻ ഭാവന, നശ്രിയ, അമല പോള്, ബേബി ശ്യാമിലി, കാവ്യ മാധവൻ, പിന്നെ നമിത പ്രമോദ്, പിന്നെ പറഞ്ഞ സിംഗേഴ്സ് ഉണ്ട്. ഇത്രയും പേര് ചെയ്യൂലോ. ഞാനിതിൽ കാവ്യമാധവനെ ചെയ്യണേന്നുള്ള റിക്വസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ചെറിയൊരു ഒരു പരിപാടി ഞാൻ വയ്ക്കാം. അതായത് അപ്പുറത്തുനിന്ന് ഞങ്ങളുടെ ജാങ്കോയിൽ തന്നെ ഒരു മെമ്പറിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുത്താം. അപ്പൊ ആളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കൊണ്ടിരുത്തുന്നത്. അപ്പൊ ആളെ ശബ്ദം കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യണം ആരാണ് സംസാരിക്കുന്നത്. മണ്ടന്മാരായതുകൊണ്ട് ചിലപ്പോ പറയും അസിൻ വന്നോ, നസ്രി വന്നോ. അപ്പം ഞങ്ങളുടെ ഇവിടെ റോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എഡിറ്ററാണ്. റോഷനെ ഞാൻ ഇങ്ങനെ വിളിക്കാം. റോഷ ഇനി വേണ. എടാ നമുക്ക് ഇന്ന് ഇവിടെ ഇന്റർവ്യൂവിന് പുതിയ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവര് സംസാരിക്കും, നീ അത് ആരാന്ന് പറയണം. നമസ്കാരം, ഞാൻ ആദ്യത്തെ അമ്മച്ച കമ്മസാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പുതിയ പടം കമ്മസാന്റെ പടം എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ റോഷൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഇഷ്ടാണോ? എന്തോ നോട്ടത്തിലും ഭാഗത്തിലും ഒക്കെ എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. മനസ്സിലായില്ലേ എന്നെ എത്ര നേരമായിട്ടും? നീ എന്താലോചിച്ചോണ്ടിരിക്കുവാണ്? ഈ ശബ്ദം നീ എവിടെയും കേട്ടിട്ടില്ലേ? ഒന്നുകൂടെ നീ കേട്ടോ. എടാ സബാനെ, നിനക്കെന്നെ ഇഷ്ടാണോ? എന്തോ നിന്റെ നോട്ടത്തിലും ഭാഗത്തിലും ഒക്കെ എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. ഓക്കെ, ഇനി അടുത്ത വോയിസ് നീ ഐഡന്റിഫൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്.
നിനക്ക് ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? പറ. പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? സോറി, ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു. എടാ കൊച്ചു കമ്മിറ്റഡ് ആണ്. എടാ ഇതിനാണ് പറയുന്നത് ബ്ലൈൻഡ് ഡേറ്റ്. നിനക്ക് ആ കൊച്ചിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ ചോദിച്ചോ. എടാ വയസ്സ് എത്ര, പേര്, വീട്, എന്തൊക്കെ ചോദിക്കാനുണ്ട്? കുഴപ്പമില്ല, ശരി, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേണേ മാറ്റി പിടിക്കാം. നിന്നെ ഇഷ്ടമായിരുന്നു. എന്നാ ബ്ലൈൻഡ് മാറ്റണ്ടേ? കൊച്ചിനെ കണ്ടു വേണ്ടെന്ന് പറയരുത് റോഷ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ആ കുട്ടിയാണ് നിന്നോട് ഇത്ര നേരം സംസാരിച്ചത്. ആ കുട്ടി വന്നെങ്കിൽ കണ്ടിട്ടുണ്ട്, മനസ്സിലായത്. ഇത്രേ ഉള്ളൂ നിന്റെ ആവശ്യം. പേടിച്ചേ ഇന്ന് തന്നെ അപ്പയുടെ ഇന്റർവ്യൂ. അവന് ഭാവനയെ മനസ്സിലായി. എന്തായാലും ഇവിടെ പാടിയത് യക്ഷി ഞാൻ പറയുന്ന ഇന്നത്തെ പാട്ടല്ലേ, ആകാശഗംഗ. എന്തോ ഒരു യക്ഷിയല്ല, പുതുമഴയായി വന്നു നീ എന്ന് പറയുന്ന പാട്ടാണ് പാടിയത്. അത് കേട്ടവർ റോഷോടരുത്, ഞാനിവിടെ ഇല്ല എന്നെ തപ്പുന്നുണ്ടായിരുന്നു. എനിവേ, ഇപ്പം നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുമ്പോൾ കുറെ ബാഡ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സും വരും. ഐ തിങ്ക് ശ്രുതി എന്തോ റിയാക്ടും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും. അതെന്താ അങ്ങനെ ഒരു ചിരി? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പം കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, എന്നാലും കൂടുതൽ വന്നത് ചേച്ചിക്കായിരുന്നു. അപ്പം ആദ്യത്തെ വീഡിയോയ്ക്കൊക്കെ ചേച്ചി എനിക്ക് മോട്ടിവേഷൻ തരുമായിരുന്നു. എടാ അതൊന്നും കുഴപ്പമില്ല, നീ മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ എന്താ, അതൊക്കെ പോട്ടെ, നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർ പറയട്ടെ. അപ്പം ഞാൻ ഓക്കെ ചേച്ചി, എനിക്കങ്ങനെ ഇതൊന്നുമില്ല, ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ, എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഭയങ്കര വിഷമം ഉണ്ടാക്കും. പിന്നെ സെക്കൻഡ് വീഡിയോ ഇട്ട് ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ നോക്കിയപ്പോൾ ഉള്ള നെഗറ്റീവ് കമന്റ്സിന് എല്ലാം ഇന്ന് റിപ്ലൈ കൊടുക്കും. ചേച്ചി അതെന്താ അങ്ങനെ? പെട്ടെന്ന് പ്രോഗ്ഡ് ആവും. പിന്നെ കുറെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പേഴ്സണലി ഹേർട്ട് ചെയ്യണ രീതിയിൽ കുത്തി വേണം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണത്, അത് കുറേ ഉണ്ടായിരുന്നു അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ്. അപ്പം അതിനോട് ഞാൻ അവർക്ക് പിന്നെ ഈ ഫീമെയിൽ വോയിസ് വെച്ചോണ്ട് മെയിൽ വോയിസ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വോയിസ് ഭയങ്കര സ്ട്രെയിൻ ആണ്, നമ്മൾ തൊണ്ട ഫുള്ള് യൂസ് ചെയ്യണം. അപ്പം അത് മനസ്സിലാക്കാണ്ട് കുറേ പേര് സംസാരിക്കുമ്പോൾ അവർ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ എനിക്ക് മതിയായി, ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകില്ല. പക്ഷെ ഈ രണ്ടാമത്തെ പാട്ടിട്ടപ്പോൾ ഇവരുടെ മെന്റാലിറ്റി ഫുള്ള് മാറി. രണ്ടാമത്തെ പാട്ടിട്ടപ്പോൾ പിന്നെയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആൾക്കാർക്കും റിപ്ലൈ ആയിട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചു ഇത്രയും ചെയ്യുന്നില്ല, അത് ടഫാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. മാറി. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കോമന്റ് എന്താണ് നിങ്ങള്? എനിക്ക് കൂടുതലും കിട്ടാറുള്ളത് കുണ്ടൻ. അങ്ങനെ വിളിക്കും ആൾക്കാര്? അതാണ് മെയിൻ ആയിട്ട് കേട്ടവര് നമ്മളെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പിന്നെ കുറെ യൂട്യൂബിലാണ് കുറെ കൂടുതലും വരാറുള്ളത്. ഇവൻ വളർന്നു വരുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പിന്നെ 2 9കളാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ഇപ്പൊ ചിരിയാ നമ്മള് പറഞ്ഞത് ചിരിക്കും. ആദ്യമൊക്കെ അമല് കൊച്ചുകുട്ടിയല്ലേ, വിഷമായിട്ടുണ്ട്? എനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഞാൻ ഭയങ്കര ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ ആരെന്തെങ്കിലും പറയട്ടെ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ പറയരുത് കേട്ടോ. ലൈക്ക് ഇങ്ങനെ ഇടുന്നവരുണ്ടെങ്കിൽ ഇഫ് യു വാച്ചിങ് ദിസ് അങ്ങനെ പറയരുത്. കാരണം അമൽ ഇസ് വെരി യങ്. അമലിന്റെ അല്ലേ, ഹൗ ഓൾഡ് ആർ യു? 18. കേട്ടോ, ഈസ് വെരി യങ്. അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും ഇട്ട് വേദനിപ്പിക്കരുത്. അപ്പൊ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവര് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഞാൻ ഈ പറഞ്ഞപ്പോ അവര് ചിരിക്കും എല്ലാരും കൂടെ. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി സിനിമയിലോ അങ്ങനെ എന്തെങ്കിലും പാടാനൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്, ആരെങ്കിലും വിളിച്ചാ പോകും. അപ്പൊ ഇതുവരെയുള്ള അവസരങ്ങൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിങ്ങളെ? ഫിലിം അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, അല്ലാണ്ട് കുറച്ച്. ഓക്കെ. ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് സോങ് ഏതായിരിക്കും നിങ്ങൾ ഇങ്ങനെ പാടാൻ നേരം ആൾക്കാർ ചോദിക്കുന്നത്? കിന്നരഗാനം ആണ് ചോദിക്കുന്നത് അല്ലേ? ഓൾ റൈറ്റ്, അടിപൊളി അടിപൊളി. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇപ്പൊ കുറെ പേരുടെ വോയിസ് എടുക്കും എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഫൈനലി അമലിന്റെ ഒരു പാട്ടിന് ഒരു ക്യൂ കൊടുത്ത് എൻഡ് ചെയ്ത് അങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാവോ? രണ്ടുപേരും കൂടെ ചെയ്യാം. നസ്രിയ, നമുക്ക് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ അടി വീട്ടിൽ മഞ്ഞ് വിളിച്ചോണ്ടെന്നാ പറയണേ. എന്താ പേര് പറഞ്ഞേ? யாழ்லி இல்லை பிரதர் எனக்கு ஆல்ரெடி ஆள் இருக்கு, நீங்கள் ட்ரை பண்ணி தருவா புரியுது, ஆனால் நான் அந்த மாதிரி ஆள் இல்லை.
അടുത്തതായിട്ട് അസിൻ. முதல்ல அவனை பாம்பே படம் பார்த்தேன். ஹை அப்படின்னா நானும் ஹை அப்படின்னேன். உனக்கு ஒரு சான்ஸ் வந்திருக்கு. சுடுமணி ஜட்டி விளம்பரம் பண்றியா? நினைச்சு பாரு, மவுண்ட் ரோட்ல விநாயகர் ஹோல்ரிக் நீ ஜட்டியோடு நிக்கிற மாதிரி. അടുത്ത ഞാൻ ഗസ് ചെയ്യാം. വാടക. ഓക്കെ ഓക്കെ. ഡ്രൈവർ അങ്കിൾ അങ്കിളല്ലേ പറഞ്ഞ എന്നെ നാട്ടിൽ കൊണ്ടുവന്ന് എന്നിട്ടിപ്പോ കള്ളം പറയാ. കള്ളം പറഞ്ഞ കണ്ണ് പൊത്തു. ആ മൊബൈൽ തരോ? മൊബൈൽ തരില്ല ഷാമിലി. പാട്ട് പാടി കഴിഞ്ഞാൽ തരാം. അവനെ കൊണ്ട് പാട്ട് പാടിക്കണം. മൊബൈൽ തരോ? തരാം. അടിപൊളി. നെക്സ്റ്റ് നമിത തന്നെ ചെയ്യും പറഞ്ഞില്ലേ? അങ്ങനെ എല്ലാരും ഒന്നും കെട്ടിപ്പിടിക്കില്ല. അസൂയർഹമായി നേട്ടം കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോൾ ഉമ്മ വെച്ചു ഇരിക്കും. ഓ, അത് സൂപ്പർ ആയിട്ടാ. ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ആ വോയിസ് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമല അപ്പോൾ അതാണ്. കുറ്റിയായിരിക്കുമ്പോൾ എങ്ങനെ ഒരു കാര്യം കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കിട്ടുമോ എന്നുള്ള പേടി. മിസ്റ്റർ ഐമനം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ എന്നെ പ്രപ്പോസ് ചെയ്തു. സോ ഞാൻ ഒരു ടാസ്ക് ചെയ്യട്ടെ. ബിന്ദു പണിക്കരെ ചെയ്യാൻ പറ്റുമോ? ബിന്ദു പണിക്കർ അറിയില്ല. ഏടാ അശോക പള്ളി പഠിക്കുന്നു. സംഭവമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ബിന്ദു പണിക്കരുടെ വോയിസിൽ ഇനി ആരെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടോ ബാക്കി ചെയ്യാൻ? ജയ ജയ ഹേല അമ്മൻ്റെ. അപ്പൊ എൻ്റെ മോനെ കിട്ടിയതടിയൊന്നും അല്ലേ. എൻ്റെ മോനെ നീ കേൾക്കണം കേട്ടോ. ഇവിടെ നിന്ന് ചവിട്ടും കൊണ്ട് എൻ്റെ ചെറുക്കൻ ചെന്ന് വീണ് അങ്ങ് ശാരദയുടെ പറമ്പില്. അടുത്തത് പാർവതി മേനൻ. എനിക്കറിയാം അപ്പേട്ടാ. അപ്പേട്ടെൻ്റെ സ്നേഹിതരുടെ 1000 മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അന്നേക്കാളൊരു 16 ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച ശവത്തിലാക്കിയപ്പെട്ട താലിയിട്ടാ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ മൊയ്തീനെ പറിച്ചറിയാൻ കഴിയുമോ? ഡാമല്ലേ ഈ സങ്കടം മാറ്റാൻ ഒരു പാട്ട് പാടാവോ? പരാ പരാ പരപ്പെട്ട അല്ല പെട്ടെന്ന് ഏതാ ഏതാ? എടാ അവന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ നോർമലി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിക്കുമ്പോ വരുവോ? പെൺകുട്ടികളെ അല്ല എന്തോ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ കേൾക്കട്ടെ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ വരാന്ന് എന്തോ ഈ ഇന്റർവ്യൂവിനെ പുള്ളിക്കാരി എന്നെ വിളിച്ചേ. അപ്പൊ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പൊ ഏത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തേക്ക് പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമലേന്ന് വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു ഇത് നിക്കുന്നോണ്ട് അങ്ങനെ വരാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ, പാട്ട് ഡിസൈഡ് ചെയ്തോ. கண்ணு ரெண்டும் மயங்குத மயங்குத உன்னிடம் சொல்லவ தயங்குத. இந்த உப்பு காட்டு இருக்கிற உன்னையும் என்னையும் இழுக்குத. உன்னை இழுக்க என்ன இழுக்க என் மனசு நிறையுமே. இந்த மீன் உடம்பு வாசனை என்ன நீ தொட்டதும் மணக்குத. இந்த இரவெல்லாம் நீ பேசி தலையாட்டி நான் ரசிப்பேன். இன்னும் கொஞ்சம் நேரம் இருந்தாதான் என்ன ஏன் அவசரம் என்ன அவசரம் நில்லு பொண்ணு. இன்னும் கொஞ்சம் நேரம் இருந்தாதான் என்ன ஏன் அவசரம் என்ன அவசரம் சொல்லு பொண்ணு. താങ്ക് യു ഗൈസ്. അപ്പം അടിപൊളിയായിരുന്നു. ലൈക്ക് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ രണ്ടുപേരോടും സംസാരിക്കാൻ. ഞാൻ ആക്ച്വലി ഓർത്ത് അമൽ ഒരു പാവം ഇങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല, അങ്ങനത്തെ ആള് പുലിയാണ്. അപ്പൊ എന്തായാലും സോ മച്ച് ഫൺ ഹാവിങ് യു. ഇതിപ്പോ സിനിമയിലും ഒരുപാട് പരിപാടികളിലും ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസിലും എല്ലാത്തിലും നിങ്ങളെ ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. രണ്ടുപേരുടെ ലൈക്ക് പാഷനും പ്രൊഫഷനും ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.